എന്തെങ്കിലും പറയാനുണ്ടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി. ഇവിടുന്നൊക്കെ വീണാ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആഭ്യന്തരമന്ത്രിയിൽ കമ്പൂത്തി കയറി. ഇത്രയും സ്പീഡിലോടുന്ന ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും PT ഉഷക്കൊക്കെ അവാർഡ് കൊടുത്തത് ആരാണോ? ഇപ്പൊ ഞാൻ സുരക്ഷിതനായി. ഇനി ചേച്ചി ഓടിക്കോ, ഞാൻ പിടിക്കാൻ വരാം. നീ അത്രക്കായോടാ? ചേച്ചി കാണുന്ന പോലൊന്നും അല്ല, ഞാൻ ആള് പക്ക ഡീസന്റാ. ഇഷ്ടപ്പെട്ടു പോയി, ക്ഷമിക്കണം, ഒന്നും ചെയ്യരുത്. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ചേച്ചി ഇങ്ങനൊന്നും പെരുമാറരുതായിരുന്നു. വിമലേച്ചിയുടെ ചില സമയത്തുള്ള സ്വഭാവം കണ്ട വെട്ടൊന്ന് തുണ്ടരണ്ടെന്നുള്ള രീതിയിലാ. അങ്ങനെയൊന്നും പാടില്ല. ഓ, സംഭവിച്ചൊന്നും അറിയില്ല. ആ വിഷയം വിട്ടേക്കമ്മനെ. ഇനി ചേച്ചി കേട്ടിട്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഒന്നാമത് ഞാൻ കാര്യല്ലേ പറഞ്ഞത്. നിനക്ക് എത്ര തവണ പല സ്ഥലത്തുനിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നതാ. എന്താ പോകാഞ്ഞേ? ചേച്ചിക്ക് താല്പര്യമില്ലാത്രേ. ഈ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കുണ്ട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ. ലോകത്താരും പറയാത്ത തടസ്സവാദങ്ങളാ ചേച്ചി പറയുന്നത്. നമുക്കില്ലേ ചില ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ഇനി ചേച്ചി ഇത് മനസ്സിലാക്കാത്തതാണോ അതോ കണ്ടില്ലെന്ന് വെക്കുന്നതാണോ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു, അത്ര തന്നെ. രാഘവേട്ടന് ഞാനുണ്ട്. സ്വന്തം ചോരയിൽ പറഞ്ഞ് മക്കൾക്ക് വേണ്ടെങ്കിലും രാഘവേട്ടൻ എനിക്ക് വേണം. ഒന്നുമില്ലാലും നമ്മൾ പണ്ട് ഒരുപാട് കാലം ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ. ഇനി ആർക്കും ഒരു ഭാരമാവാൻ ഞാൻ തയ്യാറല്ല. എങ്ങോട്ട്? അയ്യോ വേണ്ട, എവിടെയെങ്കിലും കിടന്നു മരിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ ചേട്ടാ. ചേട്ടന്റെ കണ്ണടയുന്നവരെ ചേട്ടൻ എന്റെ കൺമുമ്പിൽ തന്നെ വേണം. വേണ്ട വേണ്ട പാപ്പച്ച, ഞാന് വേണ്ട, ഒന്നും പറയണ്ട. മക്കൾക്ക് ചേട്ടനുള്ള പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ല, ചേട്ടൻ എന്തൊക്കെ കാട്ടിന്ന് പറഞ്ഞാലും മക്കൾക്ക് അച്ഛനല്ലാണ്ടാവോ? മാത്രമല്ല ചേട്ടനും കൂടെ അവകാശപ്പെട്ടതാണല്ലോ ആ ടാക്കീസ്. സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം സ്വന്തം തന്തയെ ഇനി അങ്ങനെ ആർക്കും വെറുതെ ഇറക്കി വിടാനൊന്നും പറ്റുകയല്ല. കാലം മാറി. അവരുടെ ഒന്നും എനിക്ക് വേണ്ട. അത്രയ്ക്ക് ദ്രോഹമല്ലേ ഞാൻ അവരോട് ചെയ്തേ. അല്ല, അങ്ങനെ അവരോട് പിടിച്ചു വാങ്ങണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, മുതലാളിക്ക് അവരെ എന്ത് കാര്യമാണെന്ന് അറിയാമോ? പക്ഷെ അവര് മുതലാളിയെ കാണുന്നത് ചെകുത്താ കുരിശ് കാണുന്ന പോലെയാണ്. സാരയില്ല, അവര് കുട്ടികളല്ലേ. അതെ, നെല്ലിക്ക പോലെയാ. ആദ്യം മധുരയ്ക്ക് പിന്നെ കഴിക്കും. കാര്യങ്ങളൊക്കെ നേരെ ആകുന്നവരെ ചേട്ടൻ ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്റെ കൂടെ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാ. വേണം വേണം വേണം, സാർ നിർബന്ധമുള്ള കാര്യം. അയ്യോ, ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല, സാമ്പാറെങ്കിലും കുടിച്ചിട്ട് വേണം പോവാൻ. അയ്യോ, സാമ്പാറും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി വിശ്രമിക്കാം. നല്ല ക്ഷീണമുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചോളാം. ആഹോ, എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണെന്നറിയോ? മുതലാളിയുടെ പെർഫോമൻസ് കലക്കി. പക്ഷെ വിമല ആളെനം വേറെയാ. നീ കണ്ടോ, ഈ രാഘവൻ നായരെ വെച്ച് ഞാൻ അവക്കിട്ടൊരു വേല വെക്കും. ഇത്തവണത്തെ ഉത്സവം കേമാണെന്നാ കേക്കുന്നെ. നീരാ, ഇക്കുറി ആനയോട്ടുണ്ടത്രേ. കഴിഞ്ഞ കൊല്ലം ഗാനമേളയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെയൊന്നും അല്ല ഇപ്രാവശ്യം. നീ അറിഞ്ഞില്ലേടി? അച്ഛൻ എവിടെ? നിക്കൂ, എന്റെ കുട്ടികളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്ര അച്ഛൻ ഇവിടെ ഇരുന്നത്. നിങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാ ഈ അച്ഛൻ ചെയ്തിട്ടുള്ളത്. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. വാ, നമുക്ക് പോവാം. നിക്ക്, ഞാൻ നിങ്ങളെ നന്നായിട്ടൊന്ന് കണ്ടോട്ടെ. മോളെ, ഉണ്ണിമായെ, എന്റെ കുട്ടികൾക്ക് നൽകാൻ ഈ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഈ ഉണ്ണിക്കണ്ണന്റെ അവകാശികള് നിങ്ങളാ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ ഇത്രയും നാൾ അച്ഛനെ സൂക്ഷിച്ചു വെച്ചത്. രണ്ടാളും വന്നേ, ചേച്ചി അറിഞ്ഞാലുണ്ടല്ലോ. യമുനെ, വരാനാ പറഞ്ഞേ. ഓ, പുറത്ത് എന്തൊരു ചൂടാ. ഹായ്,
എന്തൊരു ഐശ്വര്യ ഉണ്ണിക്കണ്ണന്. നന്നായി മോളെ. മറ്റന്നാ കൃഷ്ണേന്തിയല്ലേ? നല്ലൊരു തുളസിമാല ഉണ്ടാക്കി കള്ളക്കണ്ണന്റെ കഴുത്തിലിടണം. എവിടുന്നാ കിട്ടിയേ? അത് ഇവളുടെ കൂട്ടുകാരി കൊടുത്തതാ. അതെ, ചേച്ചിയോട് പറയാൻ മറന്നതാ. എന്തായാലും അരക്ഷയായിട്ടൂടെ വെക്കുകയാണോ വേണ്ടേ? കൊണ്ടുവന്ന് പൂജാമുറി വെക്ക്. ചെല്ല്. തുണി വാങ്ങാൻ കടയിൽ നിൽക്കുമ്പോ ഒരുത്ത ചേട്ടനെ കണ്ടിട്ട് എന്നോട് ചോദിക്കുക, രാഘവൻ നായരെ പാപ്പച്ച മുതലാളി ഏറ്റെടുത്തോന്നു. ഒരെണ്ണം കൊടുത്തിട്ട് മറുപടി പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഞാനൊരു മാന്യനായി പോയില്ലേ. എന്തൊക്കെ ആയാലും ചേട്ടൻ ടാക്കീസിൽ കയറി താമസിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ടാക്കീസ് ചേട്ടനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കരുത്. ഒരു തെറ്റൊക്കെ ജീവിതത്തിൽ ആർക്കാ പറ്റാത്തത്? അല്ല, ഞാൻ അറിയാൻ അന്നടാ വെച്ചേക്കാം. തുണി പോയിട്ട് വരാട്ടാ. തുണിക്കടയിൽ വെച്ച് കണ്ടപ്പോ അങ്ങനെ ഞാൻ ടയറിൽ ഏറില്ല അള്ളി ഇതുവാണ്. ഞാൻ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ എന്റെ കൊച്ചുങ്ങൾക്ക് ഓരോന്ന് കൊടുത്ത് വശത്താക്കാൻ നോക്കരുത്. മോളെ ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുത്. ജന്മം കൊടുത്തു എന്നുള്ള അവകാശവാദമായിട്ട് ആരുടെയെങ്കിലും പിൻബലത്തോടെ വരാനാണ് ഉദ്ദേശമെങ്കിൽ അറിയാലോ എന്നെ. ഒരു മുള്ളു പോലും കൊള്ളാതെ അവരെ വളർത്തിയത് ഞാനാ. ഇനി അവരെ കണ്ടുപോരുത്. എന്റെ കുട്ടികളാ അവര്, എന്റെ മാത്രം. അവള് കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയാ. വേഗം ചെല്ലി. പുറത്തു വെച്ച് കാണുമ്പോ കൊടുത്താ പോരെ? പോരാ. ദാ, ജീവിതത്തില് പല കൈവിട്ട കളികളും കളിച്ചിട്ടുള്ളവരാ പിന്നീട് വിജയം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് വേഗം ചെന്നാ എഴുത്ത് കൊടുക്ക്. പോവല്ലേ? പിന്നെന്ത്, വേഗം ചെല്ല്. ഈശ്വര, എത്രയും പെട്ടെന്ന് അവനും അവളും കൂടി ഒളിച്ചോടി പോയേക്കണേ. കൈ ലെറ്റർ ഇത് തരാൻ വന്നതാ. പ്ലീസ് ഇത് വാങ്ങിക്കേ. ഏയ് പേടിക്കണ്ട, എന്റെ മനസ്സ് ഇതിലുണ്ട്. ഇത് വാങ്ങിക്കേ. ഇതാണോ നിന്റെ മനസ്സിലിരിപ്പ്? സംസാരിക്കാൻ വയ്യാത്തിന്റെ കുട്ടിയെ നശിപ്പിക്കാൻ നോക്കുന്നു. ആണുങ്ങളില്ലാത്ത വീടായതുകൊണ്ട് എന്താ അനാവശ്യം കാണിക്കാന്ന് വിചാരിച്ചു? മിണ്ടിപ്പോരുത്, കൊന്നുകളയും ഞാൻ. പോടാ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം?